അച്ഛൻ നെസ്റ്റോറിയൻസ് ആരായിരുന്നു? അവർ കേരളത്തിലുണ്ടായിരുന്നോ? അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? ഈ നെസ്റ്റോറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അവർ ഈ നെസ്റ്റോറിയസ് എന്ന് പറയുന്ന വലിയൊരു ദൈവശാസ്ത്രജ്ഞൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഈസ്റ്റേൺ സഭയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ടീച്ചിങ് ഈ ഡ്യുവൽ നേച്ചർ ഓഫ് ജീസസ്, യേശുക്രിസ്തു ദൈവവും അതേസമയം തന്നെ ഒരു മനുഷ്യനുമാണ് എന്നുള്ള ഒരു പഠനമാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹത്തിനെ പുറത്താക്കാൻ കാരണം അദ്ദേഹം തെയോറ്റിക്കോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അമ്മ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അപ്പോൾ അത് നിഷേധിക്കുന്ന ഒരു സമീപനമായിരുന്നു. അതുകൊണ്ട് ഇതൊരു ഹെറസിയായിട്ട്, ഒരു ശീഷ്മയായിട്ട് മാറുകയാണ് ചെയ്തത്. ഈ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ഈ പേർഷ്യയിൽ നിന്നൊക്കെ വന്ന ക്രിസ്ത്യാനികൾ കൂടുതലും ഈ നെസ്റ്റോറിയൻ വിശ്വാസത്തിലാണ് അവർ വളർന്നു വന്നത്. അപ്പോൾ അവർ കൂടുതലും നമ്മുടെ ഈ പോർട്ടുകളെല്ലാം കേന്ദ്രീകരിച്ച്, മൈലാപ്പൂർ ഒരു പോർട്ടാണ്, താന ഒരു പോർട്ടാണ്, കൊല്ലം, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവര് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നിലനിൽപ്പുണ്ടായിരുന്നു. ഇത് തീർച്ചയായിട്ടും കൊല്ലത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ സൂചനകളെല്ലാം നമുക്ക് ഈ റെക്കോർഡ്സിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വരാനൊരു പ്രധാന കാരണം ഈ വളരെ പീഡനങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ പീഡനം 4-ാം നൂറ്റാണ്ടിലെ ഈ പേർഷ്യക്കാരുടെ പീഡനമായിരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പീഡനം 700-ാം ആണ്ടൊക്കെ ആയപ്പോൾ ഈ ഇസ്ലാമിക്ക് മുസ്ലിങ്ങളുടെ ആധിപത്യം ഉണ്ടാവുകയും അവരെ എല്ലാവരെയും, പ്രത്യേകിച്ച് മറ്റു മതസ്ഥരെ എല്ലാം നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ താമർലൈൻ എന്ന് പറയുന്ന ആളാണ് അതിൽ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അവർ അവിടുന്ന് കപ്പൽ കയറി, കപ്പലെന്ന് പറഞ്ഞാൽ നമ്മളണക്കുള്ള കപ്പലല്ല, പായ്ക്കപ്പലുകളിൽ കയറി അവർ സ്ഥലം വിടുകയായിരുന്നു. അപ്പോൾ കനായ് തോമനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. 10-400 ഒരുമിച്ചാണ് കൊല്ലത്ത് വരികയും ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്തത്. ഈ കൊല്ലത്ത് കേരളത്തിൽ വന്നപ്പോൾ, മലബാറിൽ വന്നപ്പോൾ ഇവർ സിറിയൻ ക്രിസ്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവരുടെ ലിറ്റർജി, അവരുടെ ആരാധനക്രമം സിറിയൻ ഭാഷയിലായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് അവർക്ക് കിട്ടാൻ കാരണം. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ എവിടെ ചെന്നോ അവിടുത്തെ ആളുകളുമായിട്ടും അവിടുത്തെ രീതികളെല്ലാം അവർ സ്വീകരിച്ചു. ഹിന്ദുക്കളെ പോലെ തന്നെ അവർ ജീവിക്കുന്ന ഒരു രീതിയായിരുന്നു. ആരാധനക്രമത്തിലും അവരുടെ ചില വിശ്വാസങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ പോലെ, ഇപ്പോൾ ഹിന്ദുക്കളെ പോലെ ഒക്കെയാണ് അവർ ജീവിച്ചത്. അപ്പോൾ ഇവരെക്കുറിച്ച് പല സൂചനകളും നമുക്ക് കിട്ടുന്നുണ്ട്. കോസ്മോസ് ഹിന്ദിക്കോ പ്ലേസസ് എന്ന് പറയുന്ന ആൾ 525 കൊല്ലത്ത് വന്നപ്പോൾ ഇവരെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അതിലെ പന്തേയൂസ് അദ്ദേഹം 2-ാം നൂറ്റാണ്ടിലെ വന്നപ്പോൾ അദ്ദേഹം കണ്ടതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഏറ്റവും റീസെൻ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ അലക്സിസ് മെനസിസ് മെത്രാൻ്റെ യാത്രാവിവരണം, ജൊണാർഡോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ തേവലക്കരയിൽ താമസിച്ചിരുന്ന ഈ പറഞ്ഞ നെസ്റ്റോറിയൻ ക്രിസ്ത്യൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യമേ അവിടെ ചെന്നപ്പോൾ അവർ സ്വീകരിക്കാൻ വൈമനസ്യം കാണിച്ചു. പക്ഷേ 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു ആ പള്ളിയിൽ. അപ്പോൾ കൂടുതൽ ആളുകൾ ആകർഷകരാകുകയും അവസാനം പോകല്ലേ എന്ന് അവർ നിലവിളിച്ച് പറയുകയും ചെയ്തതായിട്ടാണ് ഈ ജൊർണാഡോയിൽ പറയുന്നത്. അങ്ങനെ പോകാൻ കാരണം അദ്ദേഹം പല ഇങ്ങനെയുള്ള സമൂഹങ്ങളിലെല്ലാം പോയി അവർ ഒരുക്കുകയായിരുന്നു ഉദയംപൂർ സുഗന്ധോസിന് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യാത്ര അല്ലെങ്കിൽ പ്രവർത്തന റിപ്പോർട്ടിലെ ജൊർണാഡോയിൽ പറയുന്നത്
അവരുടെ വൈദികരുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ നീണ്ട മുടി, പിന്നെ കയ്യിലൊരു വാള്, ഇത് ധരിച്ചിട്ടുള്ളതാണ് അവരുടെ കത്തനാർമാരുടെ രീതി. അതായിരുന്നു സാധാരണക്കാർ മറ്റുള്ളവരെ പോലെ, ഹൈന്ദവരെ പോലെ ആണവർ ജീവിച്ചത്. പക്ഷെ ഇവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു, കച്ചവടക്കാരായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതശൈലിയായി. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നാം പുറകോട്ട് പോകുമ്പോൾ ഇതൊക്കെ ആയിരുന്നു, ഈ ടൈപ്പ് ഓഫ് ജീവിത രീതി ആയിരുന്നു. കാരണം 200 വർഷത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. അപ്പം അതുപോലെ തന്നെ ജോൺ ഓഫ് മൊണ്ടീനോ കോർവിനോ എന്ന് പറയുന്ന ഫ്രാൻസിസ്കൻ അദ്ദേഹം ഒരു മെത്രാനായിരുന്നു. അദ്ദേഹം 1291 ഈ കൊല്ലം സന്ദർശിച്ചു. അദ്ദേഹം ചൈനയിലെ ഒരു മെത്രാൻ ആയിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഒഡോറിക് ഓഫ് പെഡറോൺ എന്ന് പറയുന്ന ഫ്രാൻസിസ്കൻ വൈദികൻ 1324 അദ്ദേഹം ഇവരെ താനായാലും കൊല്ലത്തൊക്കെ കണ്ടതായിട്ടാണ് പറയുന്നത്. ഈ കേശവ മേനോൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദേ വർ ഹിന്ദുസ് ഇൻ കൾച്ചർ, ക്രിസ്ത്യൻ ഇൻ റിലിജൻ ആൻഡ് ഓറിയന്റൽ ഇൻ വർഷിപ്പ്. ഇവരെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഇതാണ്, അതായത് അവരെ ഹിന്ദുക്കളുടെ സാംസ്കാരികമായിട്ട് ഹിന്ദുക്കളെ പോലെ ജീവിച്ചു. അതുപോലെ അവരുടെ മതം ക്രിസ്തു മതമായിരുന്നു. അവരുടെ ഓറിയന്റൽ ഈ അതായത് പേർഷ്യൻ, സിറിയൻ രീതിയിലാണ് അവർ ഒരു വർഷിപ്പ് നടത്തിയത്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആരും തന്നെ പറഞ്ഞിട്ടില്ല ഇവരെ കുറിച്ച്. സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ആദ്യമായിട്ട് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന ട്രാവലേഴ്സ് എല്ലാം എന്തുകൊണ്ട് അങ്ങനെ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് കാരണം എന്താണെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അവരെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു താല്പര്യം ഇവര് സെന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ ആളുകൾ രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു പരിപാടി. അതുകൊണ്ട് അവരുടെ കാലശേഷമാണ് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന വാക്ക് തന്നെ. പിന്നെ വേറൊരു കാര്യം, നെസ്റ്റോറിയൻസ് ക്രൈസ്തവ ജോദാനോസ് ഖത്രാനയുടെ മരണത്തിനും ഒരു പരിധി വരെ ഇവരായിരുന്നു താനായില്.